ആദർശം നയനയും കൂടിയിട്ട് ഷോപ്പിങ്ങിന് പോകാണ്ട് തീരുമാനിക്കാൻ കേട്ടോ. നയന പറയുന്നുണ്ട്, ആദർശേട്ടാ ഇപ്പം നമ്മൾ പോവാണെന്ന് അറിഞ്ഞാൽ അമ്മ വെറുതെ ബഹളം വെക്കും. ഓഫീസിലേക്ക് പോകുന്നില്ലെന്ന് ചോദിച്ചിട്ട് ആദ്യത്തെ വഴക്ക് ആദർശന് തന്നെ ആയിരിക്കും. രണ്ടാമത്തെ വഴക്ക് ഞാൻ വെറുതെ ഓരോ കാരണങ്ങൾ പറഞ്ഞ് ആദർശനെ അങ്ങോട്ട് കൊണ്ട് പോവാണെന്നായിരിക്കും അടുത്ത വഴക്ക് എന്ന് പറയുന്നുണ്ട്. ആദർശ് പറയാണ്, അതിപ്പോൾ ചുമ്മാതാണല്ലേ നമ്മൾ കേൾക്കേണ്ടി വരുമല്ലോ. കുറേ ദിവസമായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കണമെന്ന്. അതുകൊണ്ട് നീ ഒന്നും മൈൻഡ് ചെയ്യണ്ട, അമ്മ എന്ത് പറഞ്ഞാലും നീ മിണ്ടണ്ട, ഞാൻ പറഞ്ഞോളാം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും ഒരുങ്ങാണ്. ഒരുങ്ങിയതിന് ശേഷം രണ്ടുപേരും പോകാനായിട്ട് തയ്യാറെടുക്കുന്നുണ്ട്. അങ്ങനെ താഴേക്ക് വരികയാണ്. ഒരുങ്ങി വരുന്ന നയനെ കണ്ടിട്ട് ദേവയാനി ചോദിക്കുന്നുണ്ട്, അല്ല നീ എങ്ങോട്ട് പോവാ? നയന പറയാണ്, അതമ്മേ ആദർശേട്ടൻ എന്ന് പറയുമ്പോൾ ആദർശ് പറയാണ്, അമ്മേ ഞാനാ പറഞ്ഞത്, എനിക്ക് ഷോപ്പിങ്ങിനൊന്ന് പോകണം. അപ്പം നയനയും കൂട്ടി പോയിട്ട് അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മേടിച്ചു കൊടുക്കാമെന്ന് കരുതി. ഓഹോ, അപ്പോൾ എപ്പോഴും ഷോപ്പിങ് കാര്യം എന്നൊക്കെ പറഞ്ഞ് കറങ്ങിയിടന്നാൽ മതിയോ? ഓഫീസിലെ കാര്യം നോക്കണ്ടെന്ന് ചോദിക്കുന്നുണ്ട്. അമ്മയോടെ അച്ഛനും ചെറിയച്ഛനൊക്കെ ഉണ്ടല്ലോ, അവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. അല്ല, അവരെ ശ്രദ്ധിച്ചാൽ മതിയോ? നീ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നീ തന്നെ ശ്രദ്ധിക്കണ്ടേ? ദേവയാനി ചോദിക്കുകയാണ്. എന്നിട്ട് ദേവയാനി പറയുന്നുണ്ട്, അല്ല നയന, നീ എന്ത് ഭാവിച്ച? അവൻ ഓഫീസിൽ പോവണ്ടേ? ഇങ്ങനെ കാശ് ചിലവാക്കാൻ തുടങ്ങിയാൽ എന്ത് ചെയ്യും? വലിയ മാളികപ്പുറത്തുനിന്ന് വന്ന അമ്മമാരാണെന്നാണോ കരുതിയിരിക്കുന്നത്? അല്ല, നിന്റെയൊക്കെ പോക്ക് കണ്ടാല് തോന്നുമല്ലോ നിന്റെ അമ്മയും അച്ഛനും ഇവിടെ നിന്ന് കൊണ്ട് തന്നിട്ടുണ്ടെന്ന്. ആകെപ്പാടെ 2 പെമ്മക്കളെ വെറും കയ്യിൽ പിടിച്ച് ഏൽപ്പിച്ചതാ. 5-6 പവന്റെ മാലയും വളയായിട്ട് ഒരു ഗതിയും ഇല്ലാത്ത സമയത്ത് ഇങ്ങോട്ടേക്ക് 2 നിന്റെ തന്നേന്നല്ലേ. ഒരേ ചെലവിന് എല്ലാം നടത്തിയതല്ലേ. എങ്ങനെ ഒരേ ചെലവെന്ന് പറയാൻ പറ്റും? അതും മണന്തപുരി തറവാട്ടുകാരുടെ ചെലവായിരുന്നു. ആ ചെലവില് കല്യാണം വെച്ച് കയറുന്നവർക്കൊക്കെ ആഴ്ച ഷോപ്പിംഗ് ചെയ്യണമല്ലേ. അപ്പോഴേക്കും നയനടന്ന് കരയുന്നുണ്ട്. എന്തിനാണ് നീ പൂങ്കണ്ണിൽ ഒലിപ്പിക്കുന്നേ? അപ്പോഴേക്കും ആദർശ് പറയുന്നുണ്ട്, കേട്ടോ അമ്മ എന്ത് വർത്താനൊക്കെ പറയുന്നേ? നയനെന്റെ ഭാര്യ, അവൾക്ക് ഷോപ്പിംഗ് ചെയ്യാനുള്ള പൈസ കൊടുക്കാന്ന് ഞാനല്ല മറ്റാരാ ചെയ്യണ്ടേ? ഇപ്പൊ അവളുടെ പാസ്റ്റിനെ കുറിച്ചോ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. പ്രസന്റിൽ അവൾ ആരാന്ന് ചിന്തിച്ചാൽ മതി. അവളെ എന്റെ ഭാര്യ, അനന്തപുരി തറവാട്ടിലെ മൂർത്തിയുടെ കൊച്ചുമകനായ മൂർത്തീസ് ജ്വല്ലറിയുടെ MD-മായ ആദർശിന്റെ ഭാര്യ. അവളെ എവിടെ കൊണ്ടുവന്ന് വേണം തീരുമാനിക്കുന്നത് ഞാനാ. നയന നീ ഇങ്ങോട്ട് വാ എന്നും പറഞ്ഞിട്ട് നയനയുടെ കയ്യും പിടിച്ച് ആദർശ് ഇറങ്ങിപ്പോകുന്ന കാണുമ്പോഴേക്കും ആകെപ്പാടെ സ്തബ്ധയായി നിൽക്കുകയാണ് കേട്ടോ ദേവയാനി. അപ്പോഴേക്കും ജലജ എന്നിട്ട് പറയാണ്, ഏട്ടത്തി കണ്ടില്ലേ, ഏട്ടത്തിയല്ലേ പറഞ്ഞേ എന്റെ മോൻ അവളെ സ്നേഹിക്കില്ല, എന്റെ മോൻ അങ്ങനെയാ, എന്റെ മോൻ ഇങ്ങനെയാന്നൊക്കെ. എന്നിട്ട് ഇപ്പൊ എങ്ങനെയുണ്ട്? ഞാൻ അന്ന് പറഞ്ഞതിൽ വല്ല മാറ്റമുണ്ടോ? ഏട്ടത്തിക്ക് അവനെന്ന് വെച്ചാൽ അങ്ങ് വിശ്വാസമല്ലായിരുന്നോ? ഇപ്പോഴേ അവന്റെ ഭാര്യയുടെ സാരത്തുമ്പില അവൻ എന്ന് പറയാണ്. അപ്പോഴേക്കും ഇങ്ങോട്ടൊക്കെ മുത്തശ്ശിയും വന്നിട്ട്, എന്റെ പൊന്ന് ജലജെ, നിന്നെ കൊണ്ട് മാത്രമേ പറ്റുള്ളൂ കേട്ടോ. നിന്നെ പോലെ ഒരാളുണ്ടല്ലോ, അത് റയർ പീസാ. 100 പേരിൽ ഒരാളെ കാണുകയുള്ളൂ ഇത്രയ്ക്ക് അങ്ങ് ഒത്തു വരുന്നത്. അവൻ അവന്റെ ഭാര്യയും കുട്ടി പുറത്തു പോകുന്നതിന് എന്തിനാ ദേവിന് നീ ആവശ്യമില്ല വഴക്കുണ്ടാക്കുന്നേ? അവൻ വേറെ ആരെയും കൊണ്ടല്ലോ, അവന്റെ ഭാര്യയും കൊണ്ടല്ലേ പോയത്. വേറെ ആരാ അവളെയും കൊണ്ട് പുറത്തു പോകണ്ടേ? എത്ര ദിവസമായി നയനെന്ന് പുറത്തേക്കൊക്കെ ഇറങ്ങിയിട്ട്? ഈ വീട്ടിൽ തന്നെ അടച്ചുകൂടി കിടക്കല്ലേ? ദേവേനി പറയുന്നുണ്ട്. എങ്കിലും അവനോട് പറഞ്ഞത് കേട്ടില്ലേ? മുത്തശ്ശി പറയാണ്, അത് നിനക്ക് ആവശ്യമുള്ള തന്നെയായിരുന്നു, നിനക്കത് കേൾക്കേണ്ടി തന്നെയാ. അവളെ പിന്നെ കാശില്ലാത്തവളൊന്നും ഗതിയില്ലാത്തവളൊന്നും അവളുടെ അമ്മയച്ഛനെയൊക്കെ കുറ്റം പറഞ്ഞാൽ പിന്നെ എങ്ങനെയാ അവള് സഹിക്കാം? ആ പാവം നിന്നെ തിരിച്ചൊന്നും പറഞ്ഞില്ലല്ലോ, അവളൊന്ന് കരഞ്ഞല്ലേ ഉള്ളൂ. ആ സമയത്ത് അവളുടെ ഭർത്താവിന് തന്നെ ഉള്ളതുകൊണ്ട് അവൻ മറുപടി പറഞ്ഞു. അതേ ഇവിടെ സംഭവിച്ചിട്ടുള്ളൂ. അതിന് നീ ഇത്ര ദേഷ്യപ്പെടേണ്ട ഒരു കാര്യവുമില്ല. ദേവയാനി ആകെപ്പാടെ അങ്ങ് വല്ലാണ്ടായി നിൽക്കുന്നുണ്ട്. മുത്തശ്ശിയും പറയുന്നുണ്ട്, എന്തായാലും ആദർശിനിപ്പം നയനോട് നല്ല സ്നേഹമുണ്ട്. അവളൊന്ന് പുറത്തേക്ക് പോയപ്പോൾ തന്നെ അവന്റെ ടെൻഷൻ നമ്മൾ കണ്ടതാണല്ലോ. എന്തായാലും അവളെയും കൊണ്ടൊന്ന് ഷോപ്പിങ്ങിനൊക്കെ പോയി ഒന്ന് കറങ്ങിയടിച്ച് കൊണ്ടുവന്ന് വരട്ടെ. ഒരു ഐസ്ക്രീം ഒക്കെ കഴിച്ച് ഒന്ന് ബീച്ചിലേക്ക് പോയിട്ടൊക്കെ വേണം വരാന്. അങ്ങനെ അവളെ ഭാര്യയുടെ ഭർത്താവിൻ്റെ ഇടയിൽ ഒരു അടുപ്പമൊക്കെ ഉണ്ടാവുള്ളൂ. അല്ലാതെ ഭർത്താവ് എപ്പോഴും ഓഫീസിലും ഭാര്യ എപ്പോഴും വീട്ടിൽ തന്നെ ഇരുന്നാല് രണ്ടുപേർക്കും പരസ്പരം യാതൊരു വിധത്തിലുള്ള അറ്റാച്ച്മെന്റ് ഉണ്ടാവില്ല എന്നൊക്കെ മുത്തശ്ശിനോട് പറയാണ്. എപ്പോഴേക്കും ജലജ പറയുന്നുണ്ട്, കേട്ടില്ലേ ചേച്ചി, ഇവർ രണ്ടുപേരും കൂടി തന്നെ അവരെ ഇപ്പം പ്രണയജോഡികളാക്കി പറഞ്ഞു വിട്ടേക്കുക. ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിലേ ഇപ്പം ചേച്ചിനെ എതിർത്ത് പറഞ്ഞവൻ നാളെ ചേച്ചിനെ ഇവിടെ നിന്ന് അടിച്ചിറക്കി വിടാനും സ്ഥാപില് താമസമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് ചിരിച്ചുകൊണ്ട് ജലജ അവിടെ നിന്ന് മാറിപ്പോകുന്നുണ്ട്. അപ്പോഴേക്കും ദേവേനെ ആലോചിക്കാണ്, ജലജ പറഞ്ഞിട്ടുണ്ട് സത്യം. ഇങ്ങനെ ഒരു അവസ്ഥയിലാണെങ്കിൽ എന്റെ മോനിനി എന്നെ തള്ളിപ്പറയാനും വലിയ കാലതാമസമൊന്നുമില്ല. അവളുടെ മുമ്പ് വെച്ച് എന്നെയാണ് ഇന്നാക്കെ പറഞ്ഞത്. ഇനി ഞാൻ അവളോട് എന്ത് വന്നാലും മിണ്ടില്ല. അങ്ങനെ കാൽ പിടിച്ചോ വരട്ടെ. ആ വരുന്ന സമയത്ത് ഞാൻ പറയും, നിന്റെ ഭാര്യനെ ഉപേക്ഷിക്ക്, അപ്പൊ ഞാൻ നിന്നെ സ്വീകരിച്ചോളാം എന്റെ മകനായിട്ടെന്ന്. ഇനി അതേ ഉള്ളു രക്ഷ എന്നൊക്കെ ജലജ മനസ്സിൽ കരുതുന്നുണ്ട്. അപ്പോഴേക്കും മുത്തശ്ശിയും പറയുന്നുണ്ട് കേട്ടോ മനസ്സിൽ. അവരിനി പരസ്പരം പറയാണ്,
ദേവേനെ ഇപ്പൊ ചിന്തിക്കുന്നുണ്ടായിരിക്കും എങ്ങനെയെങ്കിലും അവനെ അവളുടെ വഴിക്ക് കൊണ്ടുവരണമെന്ന്. അതിനിട്ട് വൈകുന്നേരം ചിലപ്പം ദേവേന്റെ വക ഡ്രാമയും കാണും. ആ ജലജ ഉണ്ടല്ലോ അവിടെ ഒറ്റ കൊടുക്കാനായിട്ട്, ആ ജലജ ശരിക്കും അവരുടെ കിടന്ന് ശരിക്കും പണിയെടുക്കുന്നുണ്ട്. എന്തിനാ അവളുടെ സ്വഭാവം ഇങ്ങനെ ആയിപ്പോയത് ഈശ്വര. മൂർത്തി പറയാണ്, അതിലൊന്നും കാര്യമില്ല, എല്ലാ നല്ലവരുടെ കൂട്ടത്തിലും ഒരു കെട്ടവർ കാണുന്നാണല്ലോ പറയാ. അങ്ങനെയാണെങ്കിൽ അല്ലേ നീ നല്ലവരെയും കൊണ്ട് ചീത്തവരിലേക്ക് ആക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും ചിരിക്കാണ്. അങ്ങനെ ആദർശ നയനെ വളരെ സന്തോഷമായിട്ട് അവര് പോകുന്നുണ്ട്. അങ്ങനെ അവര് ഷോപ്പിങ്ങിനൊക്കെ ആയിട്ട് പോവാണ്. അങ്ങനെ കാറിൽ കയറി പോകുന്ന വഴിക്ക് നയനയ്ക്ക് ആദർശ് മുല്ലപ്പൂ വാങ്ങിക്കൊടുക്കുന്നുണ്ട്. എന്തിനാ ആദർശിന്റെ മുല്ലപ്പൂ ചോദിക്കുമ്പോൾ, നിനക്ക് മുല്ലപ്പൂ ചുടി കാണാൻ നല്ല ഭംഗിയുണ്ട്, ആ മണം ആദ്യം നിനക്ക് ഇഷ്ടമില്ലായിരുന്നു, പക്ഷെ ഇപ്പം ആ മണം എനിക്ക് വലിയ ഇഷ്ടമാണ്. മുറിയിലേക്ക് കയറുമ്പോഴും ആ മണം പ്രത്യേക ഒരു പ്രസൻസ് നൽകുന്നുണ്ട്. നിന്റെ പ്രസൻസ് നിന്നെ ഓർക്കുമ്പോൾ തന്നെ എനിക്കൊരു മുല്ലപ്പൂവിന്റെ മണം ഓർമ്മ വരുന്നത്, അതുകൊണ്ട് നീ മുല്ലപ്പൂ ചുടിക്കോ, നല്ല ഭംഗിയായിരിക്കും കാണാനെന്ന് ആദർശ് പറയാണ്. അങ്ങനെയാണെങ്കിൽ ആദർശയുടെ തന്നെ ഈ തലയിൽ വെച്ച് തരുമെന്ന് ചോദിക്കുമ്പോൾ, അതിനെന്താന്ന് ചോദിച്ചിട്ട് ആദർശ് നയനയുടെ മുടിയിലേക്ക് ആ മുല്ലപ്പൂ ചൂടിക്കൊടുക്കുന്നുണ്ട്. നയന പറയാണ്, ഇപ്പോൾ ഈ ലോകത്തിലെ ഏറ്റവും ഭാഗ്യവതിയായ പെണ്ണ് ഞാനാ. എൻ്റെ ഭർത്താവ് എനിക്ക് മുല്ലപ്പൂ വാങ്ങിത്തുന്നത് പോരാഞ്ഞിട്ട് തലേ ചൂടുത്തുന്നല്ലോ, എനിക്ക് ഒരുപാട് സന്തോഷമായി. ഒരു 1 കോടി രൂപ കൊടുത്താലും ഈ സന്തോഷം കിട്ടില്ല. വലിയ ഡയമണ്ട് റിങ്ങോ സ്വർണ്ണമാലയോ ഒന്നുമല്ല, ഭർത്താവിൻ്റെ കൂടെയുള്ള കുറച്ച് നിമിഷങ്ങളും അവർ വാങ്ങിത്തരുന്ന വില കുറഞ്ഞ ചെറിയ ഇങ്ങനെയുള്ള വസ്തുക്കളൊക്കെയാണ് ഏതൊരു ഭാര്യയും ആഗ്രഹിക്കുന്നത്. അതാണ് ഏതൊരു ഭാര്യയുടെയും സന്തോഷം എന്നൊക്കെ നയനെ പറയാണ്. ആദർശ് പറയുന്നുണ്ട്, എൻ്റെ മനസ്സിൽ ഇപ്പം നിന്നോട് സ്നേഹം മാത്രമേ ഉള്ളൂ, അല്ലാതെ എൻ്റെ മനസ്സിനോട് ഇപ്പം യാതൊരു വെറുപ്പും ഇല്ലെന്ന് പറയുന്നുണ്ട് കേട്ടോ. നയന പറയുന്നുണ്ട്, വൈകുന്നേരം ചെല്ലുമ്പം അമ്മയുടെ കയ്യിൽ നല്ലത് കിട്ടും, അപ്പോഴും ഇത് തന്നെ പറയണം കേട്ടോ എന്ന് പറയുമ്പം ആദർശ് പറയാണ്, ഞാൻ അങ്ങനെ മാറ്റി മാറ്റി പറഞ്ഞ ആളൊന്നും അല്ല, ഞാൻ പറഞ്ഞത് തന്നെയാ, നീ കണ്ടോ, അമ്മ ചെല്ലുമ്പോൾ എന്തായാലും സീൻ ഉണ്ടാക്കും, അതിന് ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്തോളാം, നീ എന്തായാലും ഒന്നും ഉണ്ടായിരുന്നാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ വരാനിരിക്കുന്ന സ്റ്റോറീസൊക്കെ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിന് സെക്കൻഡ് പാർട്ട് ഉണ്ട്, അത് കാണാൻ മിസ്സായിരിക്കും. നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്തോളൂ. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.